ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറിന്റെ ചോദ്യങ്ങളാണ്. 50 കമ്പ്യൂട്ടർ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യ ചോദ്യം ഇതാണ്: കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ആൻസർ ലാറ്റിൻ. കമ്പ്യൂട്ടർ ഉത്ഭവിച്ചിരിക്കുന്ന ഭാഷ, ഈ പദം വന്നിരിക്കുന്നത് ലാറ്റിനിൽ നിന്നാണ്. ബ്ലേഡ് പാസ്കൽ, പാസ്കൽ ആൻഡ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച വർഷം. ബ്ലേഡ് പാസ്കൽ, പാസ്കലൈൻ എന്ന കാൽക്കുലേറ്റർ എന്ന് കണ്ടെത്തി? ആൻസർ 1642. 1642 പാസ്കലൈൻ കാൽക്കുലേറ്റർ കണ്ടെത്തുന്നത്. വാക്വം ട്യൂബ്സ് കണ്ടുപിടിച്ചത് ആരാണ്? വാക്വം ട്യൂബ്സ് കണ്ടെത്തിയത് ജോൺ എ ഫ്ലെമിംഗ്. അപ്പൊ വാക്വം ട്യൂബ്സ്, വാക്കത്തിന്റെ സ്പെല്ലിംഗ് ഇംഗ്ലീഷിൽ ചോദിക്കാറുണ്ട്. വാക്വം തെറ്റിതിരുത്തു, സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ ചോദിക്കും. വാക്വം ട്യൂബ്സ് കണ്ടെത്തിയത് ജോൺ എ ഫ്ലെമിംഗ്. ജോൺ എ ഫ്ലെമിംഗ്. ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ, ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ ആൾടെയർ 8800. ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആൾടെയർ ആണ്. 8800 പേഴ്സണൽ ആണ്, സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ ഒരാൾ വാങ്ങിച്ചു വെച്ചേക്കുവാണ്. അപ്പൊ ആൾഡർ ആണ്, ആൾടെയർ 8800. ഒരു സി ഡിയുടെ വ്യാസം എത്രയാണ്? സി ഡി അല്ലെ, കോമ്പാക്ട് ഡിസ്ക്. ഇതിന്റെ വ്യാസം എന്ന് പറയുമ്പോൾ 12 സെന്റിമീറ്റർ ആണ്. അപ്പോ റേഡിയസിന്റെ ഇരട്ടിയാണ് ഒരു ഡയമീറ്റർ, വ്യാസം എന്ന് പറയുന്നത്. അപ്പോ 12 സെന്റിമീറ്റർ ആണ് വ്യാസം. ഇനി സി ഡിയുടെ ആരമാണ് ചോദിക്കുന്നതെങ്കിലോ 6 സെന്റിമീറ്റർ ആണ്. ഒരു സാധാരണ ഫ്ലോപ്പി ഡിസ്കിന്റെ വലിപ്പം എത്രയാണ്? സാധാരണ ഫ്ലോപ്പി ഡിസ്കിന്റെ വലിപ്പം 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ച്. പ്രിന്റ് ചെയ്യപ്പെട്ട ഫയലുകൾ അറിയപ്പെടുന്നത്, പ്രിന്റ് ചെയ്യപ്പെട്ട ഫയലുകളെ വിളിക്കുന്നത് ഹാർഡ് കോപ്പി എന്നാണ്. കമ്പ്യൂട്ടറിനകത്തിരിക്കുന്നതാണെങ്കിൽ സോഫ്റ്റ് കോപ്പി, പ്രിന്റ് ചെയ്ത ഫയലുകൾ ഹാർഡ് കോപ്പി. കമ്പ്യൂട്ടറിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണം ഏതാണ്? കമ്പ്യൂട്ടറിൽ മൗസിന് പകരം ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഉപകരണമാണ് ട്രാക്ക് ബോർഡ്. OMR, നമ്മൾ OMR ഷീറ്റിന്റെ എക്സാം ആണ് എഴുതുന്നത് അല്ലെ, ഒപ്റ്റിക്കൽ മാഗ്നറ്റിക് റെക്കഗ്നിഷൻ. സ്കാനർ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റ്സ് സോഫ്റ്റ് കോപ്പി ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്തത്, ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ വസ്തുതകൾ നൽകുന്ന ഭാഗം ഏതാണ്? ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ ഇൻപുട്ട് എന്ന് പറയുന്നു. നാസ്കോമിന്റെ ആസ്ഥാനം എവിടെയാണ്? നാസ്കോം ആസ്ഥാനം ന്യൂഡൽഹി. ന്യൂഡൽഹി. എന്നാണ് നാസ്കോം നിലവിൽ വന്നത്? 1988 നാസ്കോം നിലവിൽ വന്നത്. സ്പർശിച്ചറിയാൻ സാധിക്കാത്ത കമ്പ്യൂട്ടറിലെ ഭാഗം ഏതാണ്? തൊട്ടു നോക്കാൻ പറ്റുന്നത് നമ്മുടെ ഹാർഡ്വെയർ ആണ്. സ്പർശിച്ചറിയാൻ കഴിയാത്തത് സോഫ്റ്റ്വെയർ ആണ്. കാണാനും തൊടാനും പറ്റുന്നത് ഹാർഡ്വെയർ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം 8000 ആണ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ആദ്യമായി നിലവിൽ വന്ന വർഷം 1960 സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആദ്യമായിട്ട് നിലവിൽ വന്നത്. ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മോഡം. മോഡുലേറ്റർ ആൻഡ് ഡിമോഡുലേറ്റർ. മോഡം ആണ് ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് വിളിക്കാവുന്നത് ഏത് ഉപകരണത്തിന്റെ ധർമ്മം നിറവേറ്റുന്ന IC ചിപ്പുകളെയാണ്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് IC. കമ്പ്യൂട്ടറിന്റെ ധർമ്മം നിറവേറ്റുന്നു. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് പറയുന്നത് CPU ആണ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, പ്രോസസർ. അപ്പോ ഈ കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ് CPU, പ്രോസസർ. ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് നിലവിൽ വന്നത്?
ത്രിപുരയിലാണ് ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി 5G സംവിധാനം ഉപയോഗിക്കുന്നതിനുള്ള നെറ്റ്വർക്ക് വികസിപ്പിച്ചത് 5G ആദ്യം തുടങ്ങിയത് എയർടെൽ ആണ്. 5G സ്റ്റാർട്ട് ചെയ്തത് എയർടെൽ. കേരളത്തില് ITED സ്കൂൾ പദ്ധതി ആരംഭിച്ചത് എന്നാണ്? കേരളത്തില് ITED സ്കൂൾ പദ്ധതി ആരംഭിച്ചത് 2001 കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൈബർ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ല. ഏറ്റവും കൂടുതൽ സൈബർ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൈബർ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളം. ഇന്ത്യയിലെ ആദ്യ സൈബർ കേസ് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു സൈബർ കേസ് നിലവിൽ വരുന്നത് ചെന്നൈയിലാണ്. ചെന്നൈ. ആദ്യ ഇന്റർനെറ്റ് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആദ്യമായിട്ട് ഇന്റർനെറ്റ് ലോട്ടറി ആരംഭിച്ചത് സിക്കിമാണ്. ആൻസർ സിക്കിം. ലോട്ടറി ആദ്യം ആരംഭിക്കുന്നത് കേരളമാണ്. ഓൺലൈൻ ലോട്ടറി ആരംഭിക്കുന്നത് എവിടെയാണ്? സിക്കിമാണ്. ഇനി ലോട്ടറി സംവിധാനം നിർത്തലാക്കുന്നത് തമിഴ്നാട്. ഇത് ഇന്റർനെറ്റ് ലോട്ടറിയാണ്, ഓൺലൈൻ ലോട്ടറിയാണ്. സിക്കിം. ഇന്ത്യയില് മുഴുവനായി മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ലഭ്യമായത് എന്നാണ്? 2011 മൊബൈല് നമുക്കിപ്പോ BSNL ഇരിക്കുന്ന ഒരാൾക്ക് എയർടെല്ലിലോട്ടോ ഐഡിയയിലോട്ടോ ഒക്കെ മാറാം, എങ്ങോട്ട് വേണേലും മാറി കളിക്കാം അല്ലെ. ആ പോർട്ടബിലിറ്റി കൊണ്ടുവന്നത് 2011. ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ആണ് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം എന്നാണ്? ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് 17. മെയ് 17. മെയ് 17 പ്രത്യേകത വേറൊരെണ്ണമുണ്ട്. കുടുംബശ്രീ ദിനം കൂടിയാണ്. 1998 മെയ് 17 കുടുംബശ്രീ നിലവിൽ വന്നത്. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമാണ്. കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം എന്നാണ്? നവംബർ 30 കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? 100 പേരിൽ എത്ര പേർക്ക് അറിയാം? അതാണ് സാക്ഷരത. 100ലാണ്, ശതമാനത്തിലാണ് എടുക്കുന്നത് സാക്ഷരത എന്ന് പറയുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ ഓൺ ആക്കാനോ ഷട്ട് ഡൗൺ ചെയ്യാനോ അതിൽ ടൈപ്പ് ചെയ്യാനോ ഒക്കെ അറിയുന്ന എത്ര പേരുണ്ട്? ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. സാക്ഷരതാ ദിനം എന്ന് പറയുമ്പോൾ ഉത്തരം ഡിസംബർ 2. ഡിസംബർ 2. ലോകത്തിലെ ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ അത് ബ്രെയിൻ ആണ്. ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ ബ്രെയിൻ. മൈക്രോസോഫ്റ്റിന്റെ ആപ്തവാക്യം എന്താണ്? ബി വാട്ട്സ് നെക്സ്റ്റ്. ബി വാട്ട്സ് നെക്സ്റ്റ്. ഫേസ്ബുക്ക് സ്ഥാപകൻ ആരാണ്? മാർക്ക് സക്കർബർഗ് ആണ് ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ. അപ്പൊ നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ വളരെ വേഗം ഒന്ന് കാണുകയാണ്. കമ്പ്യൂട്ടർ ലാറ്റിൻ പദം. പാസ്കൽ ആൻഡ് കാൽക്കുലേറ്റർ 1642. വാക്വം ട്യൂബ്സ് ജോണി ഫ്ലെമിംഗ്. പേഴ്സണൽ കമ്പ്യൂട്ടർ ആദ്യത്തത് ആൾട്ടെയർ 8800. CD-യുടെ വ്യാസം 12. ഫ്ലോപ്പിയുടെ വലിപ്പം 3.5 ഇഞ്ച്. പ്രിന്റ് ചെയ്യുന്ന ഫയൽ ഹാർഡ് കോപ്പി. മൗസിന് പകരം ട്രാക്ക് ബോൾ. കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു ഇൻപുട്ട്. നാസ്കോം ആസ്ഥാനം ന്യൂഡൽഹി. 1988 നിലവിൽ വന്നു. സ്പർശിക്കാൻ പറ്റുന്നത് ഹാർഡ്വെയർ, സ്പർശിക്കാൻ പറ്റാത്തത് സോഫ്റ്റ്വെയർ. ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യയിൽ പരം 8000. സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആദ്യമായി നിലവിൽ വന്നത് 1960. ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറുന്നു മോഡം. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് CPU. സൈബർ ഫോറൻസിക് ലബോറട്ടറി ത്രിപുര. 5G എയർടെൽ. ITED സ്കൂൾ പദ്ധതി 2001. സൈബർ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ കേസ് എറണാകുളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈബർ കേസ് റിപ്പോർട്ട് ചെയ്ത ചെന്നൈ. ഓൺലൈൻ ലോട്ടറി സിക്കിം. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ഇന്ത്യയിൽ മുഴുവൻ വ്യാപകൃതമാകുന്നത് 2011. ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ആണ് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ. ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമാണ് മെയ് 17. സുരക്ഷാ ദിനം. കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30. കമ്പ്യൂട്ടർ സാക്ഷരത ഡിസംബർ 2. ലോകത്തിലെ ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ വൈറസ് ആണ് ഇവിടെ ചോദ്യം. വൈറസ് ബ്രെയിൻ ആണ്. മൈക്രോസോഫ്റ്റിന്റെ ആപ്തവാക്യം ബി വാട്ട്സ് നെക്സ്റ്റ്. ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് മെറ്റ എന്ന പേര് മാറ്റി. ഇനി യൂസർ നെയിം പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ്.
വിശദാംശങ്ങൾ. ഇവ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഫിഷിംഗ്. യൂട്യൂബിന്റെ ആസ്ഥാനം എവിടെയാണ്? യൂട്യൂബിന്റെ ആസ്ഥാനം സാൻ ബ്രൂണോ. ഗൂഗിൾ എന്ന് ആരംഭിച്ചു? ഗൂഗിൾ 98 ആരംഭിച്ചത്. നാസ്കോ 1988 ഗൂഗിള്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ വെബ് ബ്രൗസർ, സ്ഥിരം ചോദ്യം, നൂറുകണക്കിന് ചോദ്യപേപ്പറിൽ ചോദിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? ഉത്തരം എപ്പിക് ആണ് ഇന്ത്യയുടെ വെബ് ബ്രൗസർ. ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ ഏതാണ്? അത് ഇന്റർനെറ്റ് ആണ്. നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് ഇന്റർനെറ്റ്. ആർപ്പാനെറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? ഇന്ത്യയുടെ നല്ല ആർപ്പാനെറ്റ് ഫസ്റ്റ് നെറ്റ്വർക്ക് ആണ് ആർപ്പാനെറ്റ്. ഈ ആർപ്പാനെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് 1969 മന്ത്രിമാർക്ക് എല്ലാം സ്വന്തമായി വെബ്സൈറ്റുകളുള്ള ആദ്യ സംസ്ഥാനം ഏതാണ്? മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റ്, അത് കേരളമാണ്. കേരളത്തിൽ സമ്പൂർണമായും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ PSC ഓഫീസ് ഏതാണ്? കേരളത്തിലെ സമ്പൂർണമായും കമ്പ്യൂട്ടർ വൽക്കരിച്ചത് കാസർഗോഡ്. ഇനി കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏത്? സ്ഥിരം ചോദ്യമാണ്. കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല, ഉത്തരം മലപ്പുറം. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന് അറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയില് ഇന്റർനെറ്റ് സൗകര്യം ആരംഭിച്ച വർഷം, ഇതും സ്ഥിരം ചോദ്യമാണ്. 95 ഇന്ത്യയില് ഈ ഒരു ഇന്റർനെറ്റ് സൗകര്യം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ടെക്നോ പാർക്ക് എവിടെയായിരുന്നു? തിരുവനന്തപുരത്തായിരുന്നു ആദ്യ ടെക്നോ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഈ ക്യാബിനറ്റ് നടത്തിയ സംസ്ഥാനം ഏതാണ്? ഈ ക്യാബിനറ്റ് നടത്തുന്നത് ആന്ധ്രാപ്രദേശാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയുന്ന റോബോട്ട് ഏതാ? ലോകത്തിലെ ഏറ്റവും വേഗതയിൽ ഓടുന്ന ഒരു ജീവിയാണ് ചീറ്റപ്പുലി. ചീറ്റ എന്നാണ് ഈ റോബോട്ടിന്റെ പേര്. ഒരു IP അഡ്രസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, ആകെ ബിറ്റുകൾ എത്രയാണ്? നമുക്ക് വീടിനൊരു അഡ്രസ് ഉള്ളതുപോലെ കമ്പ്യൂട്ടറിന്റെ അഡ്രസ് ആണ് IP അഡ്രസ്. ഇതിനകത്ത് 32 ബിറ്റുകളാണ് ഉള്ളത്. അക്ഷയ പദ്ധതി ആരംഭിക്കുന്നത് എന്നാണ്? ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ടുള്ള അക്ഷയ പദ്ധതി 2002 ആരംഭിച്ചത്. അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ കേരളത്തിന്റെ ജില്ല മലപ്പുറമാണ്. നമ്മുടെ കുടുംബശ്രീയും ആദ്യം നടപ്പിലാക്കിയത് മലപ്പുറത്താണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോട്ടോകോൾ ഏതാണ്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ FTP ആണ്. സെൻഡ് മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് മെയിൽ അയക്കുന്നതുമായി ബന്ധപ്പെട്ടത്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ് TCP/IP. ഇനി ഇന്ത്യയില് സൈബർ നിയമം നിലവിൽ വന്ന വർഷം, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ സൈബർ നിയമം നിലവിൽ വരുന്നത് 2000 ഒക്ടോബർ 17. ഇന്ത്യയിലെ സൈബർ നിയമം നിലവിൽ വരുന്നത് 2000 ഒക്ടോബർ 17. ഇനി ആർപ്പാനെറ്റിന്റെ ഫുൾ ഫോം എന്താണ്? ചോദിച്ചിട്ടുണ്ട്. ആർപ്പാനെറ്റിന്റെ ഫുൾ ഫോം, നമ്മുടെ ആൻസർ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്, ഇതാണ് ആർപ്പാനെറ്റിന്റെ ഫുൾ ഫോം. ഓക്കെ ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് ആദ്യത്തെ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്? ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ്? ENIAC ആണ്, ഫസ്റ്റ് ഫോം ഓഫ് കമ്പ്യൂട്ടർ. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ചാൾസ് ബാബേജ് ആണ്. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞത് നമ്മളുടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. കമ്പ്യൂട്ടർ സൈബർ നിയമം നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17. ക്ലിയർ ആണ്. ഇനി നമ്മൾ ഇതൊന്ന് റിവിഷൻ ചെയ്യുകയാണ്.
യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഫിഷിംഗ്. യൂട്യൂബിന്റെ ആസ്ഥാനം സാൻഡ്രോണോ. ഗൂഗിൾ 98-ൽ. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ വെബ് ബ്രൗസർ എപ്പിക് ആണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് ആണ്. ARPANET 1969. മന്ത്രിമാർക്കെല്ലാം വെബ്സൈറ്റ് കേരളം. സമ്പൂർണമായി കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ PSC ഓഫീസ് കാസർഗോഡ്. ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറം. സിലിക്കൺ വാലി ബാംഗ്ലൂർ. ഇന്റർനെറ്റ് സൗകര്യം ആരംഭിച്ച വർഷം 1995. ആദ്യ ടെക്നോ പാർക്ക് തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യ ക്യാബിനറ്റ് ആന്ധ്രാപ്രദേശ്. ഓടാൻ കഴിയുന്ന റോബോട്ട് ചീറ്റ. IP അഡ്രസ് ബിറ്റുകൾ 32. അക്ഷയ പദ്ധതി 2002. അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം. നെറ്റ്വർക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? ആൻസർ FTTP ആണ്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇനി HTTPയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ ആണ്. ഇനി നമുക്ക് വേണ്ടത് സൈബർ നിയമമാണ് 2000 ഒക്ടോബർ 17. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഈ എസിന്റെ ഉത്തരം സെക്യൂർ. ഇപ്പൊ HTTP ആണ് ഞാൻ പറഞ്ഞത്. എസ് എന്ന് വെച്ചാൽ സെക്യൂർ എന്നൊരർത്ഥമാണ്. പ്രോട്ടോകോൾ സെക്യൂർ. അപ്പൊ താങ്ക് യു സോ മച്ച്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.